പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും വജ്രവും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ കാണാതായി എന്ന വാർത്തകൾ തള്ളുകയാണ് ക്ഷേത്രം അധികൃതർ. പുറത്തുവന്ന വിവരങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താൻ ലക്ഷ്യമിട്ടുള്ളതുമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി. ശ്രീകോവിലിനുള്ളിലെ വജ്രാഭരണമായ വൈരനാമ കാണാനില്ലെന്നും കാണിക്കയായി കിട്ടിയ 78 ഗ്രാം സ്വർണ്ണക്കട്ടിയും നാണയങ്ങളും നഷ്ടമായി എന്നുമാണ് പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഹരിമോഹൻ, ഈ പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചില സംശയങ്ങളുമൊക്കെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്രം ഭാരവാഹികൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഹരിമോഹൻ. ശ്രീജിത്ത്, അമൂല്യ നിധിശേഖരം സൂക്ഷിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുള്ളത്. അതായത് സ്വർണം, മറ്റ് ആഭരണങ്ങൾ എന്നിവയൊക്കെ നിരന്തരമായി നഷ്ടപ്പെടുന്നു. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നവ തിരികെ കൊണ്ടുവെക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. പോലീസ് റിപ്പോർട്ട് ഒന്നടങ്കം അടിസ്ഥാനരഹിതമാണെന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്നലെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പാണ് പുറത്തിറക്കിയത്. പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ചൂണ്ടിക്കാണിക്കുന്നത് 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാണ് ക്ഷേത്രം. മുൻകൂട്ടി അറിയിക്കാതെ, രേഖകളിൽ പെടുത്താതെ ഒരാഭരണവും ഒരു സ്വർണവും പുറത്തേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാറില്ല. അത്തരത്തിൽ കൊണ്ടുപോയവയൊന്നും തിരികെ ലഭിക്കാത്തതുമായിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും പരിശോധിച്ച ശേഷം മാത്രമാണ് കയറ്റിവിടാറുള്ളത്. പുറത്തേക്ക് പോകുമ്പോഴും കൃത്യമായി നിരീക്ഷണം ഉറപ്പുവരുത്താറുണ്ട്. ഇങ്ങനെ തുടങ്ങി ഈ എൻട്രി എക്സിറ്റ് അടക്കമുള്ള ചില സാങ്കേതിക കാര്യങ്ങളിലൊക്കെ തന്നെ വിശദീകരണം വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും സംസ്ഥാന പോലീസ് മേധാവി ഇതിന്റെ ഈ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ളത്, അതായത് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ തന്നെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അതിന് ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചുകൊണ്ട് അതിൽ ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്ഷേത്ര ഭരണസമിതിയാണ് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി തന്നെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അതിൽ അമൂല്യമായ വസ്തുക്കൾ തന്നെയാണ് മോഷണം പോയത് എന്നുള്ള കാര്യം തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗുരുതരമായ പരാമർശങ്ങളാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുള്ളത്. അത് സർക്കാരിന് മുമ്പിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതിനിടയിൽ ഒരു തരി സ്വർണം പോലും നഷ്ടമായിട്ടില്ല എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്.